മരം ഒരു വരം, അതാണ് നമ്മുടെ ഈ വൃക്ഷപൂജയുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയാം. സാധാരണ വരം കിട്ടാൻ എത്രയോ തപസ് ചെയ്ത് എത്രയോ മഹർഷികളൊക്കെ നമ്മൾ പുരാണങ്ങളിൽ അറിയാമല്ലോ. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ മരം സംരക്ഷിക്കുക, അവരെ സംരക്ഷിച്ച് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നതോടുകൂടി ആ വരം നമുക്ക് ലഭിക്കുകയാണ്. വൃക്ഷങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവർ ഓക്സിജൻ കൊണ്ട് ഒരു പ്രാണൻ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരു മിനിറ്റ് പോലും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വൃക്ഷങ്ങൾ സംരക്ഷിച്ചാൽ അവർ നമുക്കെല്ലാം ഫ്രീ ആയിട്ടാണ് തരുന്നത്. അവരുടെ ഫലങ്ങൾ, നമ്മുടെ ഭക്ഷണം, പാർപ്പിടം, അങ്ങനെ വൃക്ഷങ്ങൾ, മരങ്ങൾ ഉപയോഗിക്കാത്ത ഒരു വസ്തു പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് മരങ്ങൾ സംരക്ഷിക്കുക മാത്രം ചെയ്താൽ മതി. അവർ നമ്മുടെ ജീവിതം വളരെ ധന്യമാക്കും. മരം ഒരു വരം തന്നെയാണ്. ആ വരം എല്ലാവർക്കും ആർജിക്കാം. മറ്റേ വരം കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണല്ലോ. ഈ വരം എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ നാടിനും നമുക്കും എല്ലാവർക്കും വേണ്ടി ഈ ക്യാപ്ഷൻ, ഈ മരം ഒരു വരം മനസ്സിലാക്കി നമ്മൾക്കാൾ കഴിയുന്ന രീതിയിൽ അത് സംരക്ഷിച്ച് കൊണ്ടുപോകണമെന്ന് എല്ലാവരോടും ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജിത്ത്, കർഷകനാണ്. ഈ 2023 കേരളത്തിലെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിയാറ്റ് അമ്പലത്തിൽ ഈ 2024 വൃക്ഷപൂജയുടെ ഭാഗമായിട്ട് ഞങ്ങളും എൻ്റെ കുടുംബം പങ്കെടുക്കുകയുണ്ടായി. ഏപ്രിൽ 21 നടന്ന വൃക്ഷപൂജയിൽ അപ്പോൾ ഞാനും എൻ്റെ മോനുണ്ട് ആരോ, ഞങ്ങളെല്ലാം ഒത്തിരി ചെടികൾ, നമ്മൾ കണിക്കുന്ന പോലുള്ള ഒത്തിരി ക്ഷേത്ര വൃക്ഷങ്ങൾ നമ്മൾ നട്ടു. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാര്യം ഈ വിയാറ്റ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഈ ചെയ്യുന്ന വലിയൊരു സൽക്കർമ്മമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം ആഗോളതലത്തിൽ തന്നെ ഭയങ്കര ചൂടാണ്. നമ്മൾ ക്ലൈമറ്റ് നമുക്കാർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉത്സവത്തിൻ്റെ ബാക്കി ആഘോഷങ്ങൾ, അതിപ്പം ആന പോലുള്ള ഇതിനകത്ത് ബാക്കിയുള്ള ഈ എന്താ പറയുക ആർഭാടപരമായിട്ട് നടത്തുന്ന ഉത്സവങ്ങൾ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വിഭിന്നമായിട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിന് വളരെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഈ ഒരു മാതൃക നമ്മുടെ എല്ലാ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട് ഒരു പൂങ്കാവനമായിട്ട്, കാര്യം ക്ഷേത്രങ്ങളും പണ്ടുള്ള കാവുകളെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി ഔഷധ സസ്യങ്ങളുള്ളതാണ് കാവുകളെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും, അതായത് ഈ അമ്പലത്തിൽ നമ്മളിപ്പം ചെയ്തതുപോലെ എല്ലാ വീട്ടിലേക്കും നമുക്ക് ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഔഷധ സസ്യങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരവാണ്. എല്ലാവരും വീട്ടിലൊക്കെ തൈ നട്ടു നല്ലതായിരിക്കും. അപ്പോൾ നല്ലതാവാൻ വേണ്ടി നല്ലത് തൈ നടണം. ചൂട് കാലത്തിൽ നല്ലതായിട്ട് തൈ നടണം. അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ചൂടല്ലേ, അതൊരു തൈയും ത്രീയും എല്ലാം നട്ട് കഴിഞ്ഞാൽ ചൂടൊക്കെ കുറച്ച് കുറയും. എൻ്റെ പേര് ഗോപിനാഥൻ നായർ. ഈ അമ്പലത്തിലെ ജോയിൻറ്റ് ട്രഷററാണ് ഞാൻ. വളരെ 22 കൊല്ലം കൊണ്ട് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു വയസ്സായ ഒരാളുണ്ടായിരുന്നു, സാവിത്രി അമ്മയുടെ ഞാനുമാണ് ഇതിലുണ്ടായിരുന്നത്. ആദ്യം മുതലേ അന്നൊരു ചെറിയ അമ്പലമായിരുന്നു. അങ്ങനെ പിന്നെ അത് വലിയ ഇതായി, ലോകപ്രസിദ്ധമായി. പിന്നെ വലിയ ഇതായി വരുന്നവർക്കെല്ലാം ഇവ കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. വിദ്യാഭ്യാസമായാലും വിവാഹമായാലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും വരുന്നവർക്കെല്ലാം അമ്മ വളരെ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. എൻ്റെ പേര് ശ്യാംകുമാർ. ഞാൻ സ്വദേശം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഞാൻ യാദൃശ്ചികമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നതും വിയാറ്റ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതും. വിയാറ്റ് ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മാറ്റങ്ങളാണ്. കാരണം ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നെ ആകർഷിച്ചൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ശ്രീകോവിലിൽ 3 വിഗ്രഹം, നമുക്കൊരു സമയത്ത് 3 ദേവതമാരെ കണ്ട് തൊഴാൻ പറ്റും. ഞാൻ യാദൃശ്യമായി തൊഴാൻ വന്നപ്പോഴും എന്നെ ആകർഷിച്ചൊരു കാര്യം അതുതന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു. വളരെ പ്രാധാന്യമുള്ളൊരു അമ്പലമാണ്. ബഹുവേർവിധി പ്രകാരം 3 പ്രധാന ദേവതകൾ തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. നമുക്കുണ്ടായ ജീവിതാനുഭവം മാത്രം മതി ആ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും ക്ഷേത്രം ഒരിക്കലെങ്കിലും സന്ദർശിക്കുക. ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. തിരുവനന്തപുരം കാര്യവട്ടത്തെ അതിപുരാതന ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ 22ാം പുനഃപ്രതിഷ്ഠാ വാർഷികം മഹോത്സവം 2024 ഏപ്രിൽ മാസം 19, 20, 21 തീയതികളിൽ നടന്നു.
ഏപ്രിൽ 21-ാം തീയതി ഞായറാഴ്ചയായിരുന്നു താലപ്പൊലിവ് മഹോത്സവം. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്.
വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രത്തിന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.